ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിങ്ങളുടെ അമ്മയുടെ മക്കളല്ലേ ഈ പപ്പി? സത്യൊക്കെ നിങ്ങളുടെ മക്കളും മോളും ഒക്കെ അല്ലേ? അല്ല, ഇതെന്റെ മോള് മാത്രം. എന്റെ മോള് മാത്രം. അവർക്കെതിരെ ഒരു കാഹളം കുമാരേട്ടന് മുന്നിട്ടിറങ്ങിയിരിക്കുന്ന ഇതുപോലുള്ള പ്രശ്നങ്ങൾക്കെതിരെ ഒരു ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന ആളാ ഈ കുമാരേട്ടൻ. പണ്ട് കാഹള എന്നൊരു പത്രം നടത്തിയിരുന്ന ആളാ. അനീതികൾക്കെതിരെ പ്രതികരിക്കാൻ ഇതുപോലുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമനോ? നാടിന്റെയും നാട്ടുകാരുടെയും നന്മയ്ക്കായി ശബ്ദം ഉയർത്തുമ്പോ ഇവര് മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്, ഇവരുടെ ജീവിതം. അത് പക്ഷെ ഇവര് കാര്യമായിട്ട് എടുക്കാറുമില്ല. കേട്ടിടത്തോളം ഈ കുമാരേട്ടൻ ആള് ജനുവിനാ. ഗുണ്ടകള് സർക്കാരിന്റെ പുറമ്പോക്ക് കയ്യേറിയെന്നും അത് തിരിച്ചു പിടിക്കണമെന്നും പറഞ്ഞ് ഇദ്ദേഹം നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. ഉടനെ എന്തെങ്കിലും ഒരു നടപടി എടുക്കണം. ഇല്ലെങ്കിൽ ഇതുപോലെയൊക്കെ പ്രതികരിക്കുന്ന ശബ്ദങ്ങള് പതിയെ പതിയെ ഇല്ലാതാവും. ശരിയാണ് പറഞ്ഞത്. നമുക്ക് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നീക്കാം. വേണ്ട നടപടി ഉടനെ തന്നെ ചെയ്യാം. ശരി മാഡം. ശരി. അതെ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ ഞാനല്ലേ പറയണേ. ഞാനുണ്ടല്ലോ നിന്റെ കൂടെ, നീ വിഷമിക്കായിരിക്കേ. ശരി ശരി, ഞാൻ വിളിക്കാം. ആരായിരുന്നു ഫോണില്? അത് രേഷ്മയാ. അവൾക്ക് ജോലിയൊന്നും ആയില്ല, അപ്പൊ അവളെ സഹായിക്കണം എന്നാ പറയുന്നേ. അല്ല, അതിന് വിഷ്ണുട്ടൻ എങ്ങനെയാ ഇപ്പൊ സഹായിക്കുക? ഈ മാറാരോഗം വന്ന് മരിക്കാൻ നടക്കുന്ന ആള് മറ്റൊരാളെ എങ്ങനെയാ സഹായിക്കുക? അതെ, നീ അങ്ങോട്ട് ശവത്തി കുത്തല്ലേ, അങ്ങനെ അങ്ങോട്ട് പറ്റിപ്പോയി. ആ, അതിന്റെ പേരിലേ എപ്പോഴും ഇങ്ങനെ ക്രൂശിക്കണ്ട കേട്ടാ. എന്റെ വിഷ്ണുവേട്ടാ, ഇത്രയ്ക്ക് മനോബലം ഇല്ലാത്ത ആളാണോ വിഷ്ണുട്ടൻ? അടിക്കി ഉടിക്ക് മാത്രമേ ഇരട്ടച്ചങ്കുള്ളൂ അല്ലേ? ചാവാ നടക്കുന്ന ഒരാളെ ചുമ്മാ ഓരോ കഥ എഴുന്നള്ളിച്ചോണ്ട് വന്നോളൂ. ആ, അതൊക്കെ കേട്ട് വിശ്വസിക്കാരൻ ആ കമലനും പറ്റിയ കൂട്ട്. അവനും കൊള്ളാം, വിഷ്ണുവേട്ടനും കൊള്ളാം. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാനിപ്പോ ശരിക്കും ചാവാൻ പോവാണെങ്കിൽ താൻ എന്താ ചെയ്യാ? ഒന്നറിയാൻ വേണ്ടിട്ടാ. എന്ത് ചെയ്യാനാ? ചത്ത കുഴിച്ചിടും. അല്ലാതെ കെട്ടിപ്പിടിച്ചോണ്ട് ജീവിതകാലം മുഴുവൻ ഇരിക്കാൻ പറ്റില്ലല്ലോ. ആ, പിന്നെ ഈ കുഴിച്ചിടുന്ന സ്ഥലത്തൊരു തുളസി തൈ നടുകയും ചെയ്യും. ശരി, അപ്പൊ തന്നെ കുഴിച്ചിടും. പിന്നല്ലാതെ. എന്നിട്ട് അവിടെ തുളസി നടും അല്ലേ? പിന്നെ നിങ്ങട്ടല്ലോ നിഞ്ഞാടി ഞാൻ ആരെങ്കിലും കാണുവേ. അതേ, ഞാനേ എന്റെ ഭാര്യയെ, അതായത് അവരുടെ അമ്മേനെ പൊക്കിയെടുത്തിരിക്കുന്നത്, അല്ലാതെ അപ്പുറത്തെ വീട്ടിലെ അമ്മണി ചേച്ചീനല്ല. അത് ശരി, അപ്പൊ അങ്ങനെ വരട്ടെ. അമ്മണി ചേച്ചിയും നോട്ടുണ്ട് അല്ലെ? എന്റെ പൊന്നോ, എന്റെ രാജശ്രീയും വിജയശ്രീയും സാവിത്രിയും ഒക്കെ നീയ. ഈ കണ്ണുകളിലെ എനിക്ക് ഏത് അപ്സരസിനും കാണാം. കാരണം ഞാൻ കാണുന്ന ലോകം ഇതാണ്. പിന്നെ ഈ കണ്ണുകളിലെ തിളക്കം അതിന്റെ ഊർജം, പിന്നെ ഈ നിശ്വാസം, അതാണ് എനിക്ക് എന്റെ ജീവവായു. പിന്നെ എങ്ങനെയാടി നിന്നെ വിട്ട് പോവാ? നിന്നെ ഇവിടെ ശരിയല്ലേ? നിന്നെ ശരിയാക്കി തരാട്ടോ. പിള്ളേര് വേണ്ട, നോക്ക് പിള്ളേരും. വിഷ്ണുട്ടാ വേണ്ട. എന്ത് വിഷ്ണുട്ടൻ? അയ്യേ, എന്താ ഇവിടെ?
നിങ്ങളെന്താ ഇവിടെ? ഞങ്ങൾ ഇന്ന് ഇവിടെ കിടക്കുന്നേ. അതെ, അതുകൊണ്ട് ഞാൻ അമ്മേനെ ഇങ്ങനെ വലിച്ചു മാറ്റിയിരുന്നു നിങ്ങൾക്ക് കിടക്കാൻ വേണ്ടിട്ട്. എല്ലാവരുടെ മുമ്പിൽ വെച്ച് മാറ് ചേച്ചിയമ്മേ, ഞങ്ങളുണ്ട് ഇവിടെ കിടക്കാൻ. മാറ്. അതെങ്ങനെ ശരിയാവും? മാറ് ചേച്ചിയമ്മേ. ആഹാ, അത് കൊള്ളാലോ. അത് ശരി. അപ്പൊ അച്ഛനും മക്കളും കൂടി എന്നെ അടിച്ച് പുറത്താക്കാൻ നോക്കാണോ? അങ്ങനെയാണെങ്കിലേ ഞാൻ പോന്നില്ല. എന്നാ പിന്നെ മക്കളെ, ശത്രു രാജ്യങ്ങളെ തുരത്തി ഓടിക്കാൻ രാജാക്കന്മാർ നടത്തിയിരുന്ന ഒരു നയം നമ്മളിപ്പോ ഇവിടെ നടപ്പിലാക്കാൻ പോവാ. എന്താന്നറിയോ? യുദ്ധം. നമ്മൾ തുടങ്ങുകയാണ്. ഞാൻ പിടിച്ചോ, കൊടുത്തോ, ആക്രമിക്കാം. ചുമ്മാതിരിക്കും. ആ എന്നാ പിന്നെ ഞാനും പുറകോട്ടില്ല. യുദ്ധമെങ്കിൽ യുദ്ധം. ദേ. അമ്മ അപ്പുറത്ത് പോകുന്നേ നല്ലത്. പോവില്ല, പോവില്ല. പറ്റുമെങ്കിൽ എന്നെ തല്ലി തോപ്പിക്കും. പപ്പി, എന്താ ഇവിടെ? വാ ഇവിടെ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എന്റെ കൂടെ കിടക്കാവൂന്ന്? ഞാൻ ഇന്ന് സത്യയുടെയും വിഷ്ണുച്ചന്റെയും കൂടെ കിടക്കുന്നേ. വേണ്ടെന്നല്ലേ പറഞ്ഞത്? പപ്പി, നിന്നോട് ഞാൻ വരാനാ പറഞ്ഞത്. എടി, അവളിവിടെ കിടക്കുന്നെങ്കിൽ കിടക്കട്ടെ ശ്യാമേ. വേണ്ട, എന്റെ കൊച്ചു എന്റെ കൂടെ കിടന്നാ മതി. വാ പപ്പി. ഇല്ല, ഞാൻ വരൂല. പപ്പി, നല്ല ചുട്ട അടി തരും കേട്ടോ. വരാൻ. നിക്ക്. അവള് ഇവിടെ കിടക്കുന്ന വെച്ചാ കിടക്കട്ടെ. അവളെ പിടിച്ചോണ്ടവണെന്ന് ഞാൻ സമ്മതിക്കില്ല. പപ്പി ഇവിടെ കിടക്കട്ടെ ശ്യാമാന്റി. പറ്റില്ലെന്ന് പറഞ്ഞ പറ്റില്ല. പപ്പി, ദേ നീ വരുന്നുണ്ടോ ഇല്ലയോ? എന്തിനാ നിർബന്ധം പിടിക്കുന്നേ? അവര് ഇഷ്ടമുള്ളിടത്ത് കിടക്കട്ടെന്ന്. ഇതേ എന്റെ മോള, അവൾ എന്റെ കൂടെ കിടന്നാ മതി. പപ്പി, വാ ഇവിടെ വന്നേ. പപ്പി ഇവിടെ കിടക്കട്ടെ ശ്യാമാന്റി. എല്ലാവരും എല്ലാവരുടെയും മക്കളല്ലേ, എന്തിനാ ഒരു വേർതിരിവ് കാണിക്കുന്നേ? ശാലിയുടെ കൂടെ കിടന്നാലും ശ്യാമയുടെ കൂടെ കിടന്നാലും എല്ലാം തുല്യമല്ലേ? നിങ്ങളൊരു അമ്മയുടെ മക്കളല്ലേ? ഈ പപ്പി സത്യൊക്കെ നിങ്ങളുടെ മക്കളും മോളും ഒക്കെ അല്ലേ? അല്ല, ഇതെന്റെ മോള് മാത്രം. എന്റെ മോള് മാത്രം.